ഹലോ, വിളവെടുപ്പും പ്രോസസ്സിങ്ങും എല്ലാം കൂടെ തിരക്കാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ച കസ്തൂരി മഞ്ഞൾ പൊടിയുടെ പാക്കറ്റുകളൊക്കെ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കൂടെയുള്ള വിത്തുകളൊക്കെ നല്ല സേഫായിട്ട് തന്നെ വെച്ചേക്കണം. ഈ വർഷത്തെ പ്രോസസ്സിങ് കാണിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ ആ ബെൽ ഐക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊലിയുടെ നിറം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ് കസ്തൂരി മഞ്ഞൾ പൗഡർ. നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ ഇത് ഇതുവരെ? ഇതിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിനായിട്ട് പാലോ തേങ്ങാപ്പാലോ റോസ് വാട്ടറോ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളോ ഇല്ല. കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണം എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. അത് കൂടുമോ അല്ലെങ്കിൽ അത് കുറയോ ഒന്നുമില്ല. അതിൻ്റെ രൂക്ഷമായ ആ സ്വഭാവം അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് അവൈലബിളായിട്ടുള്ള ഈ പൗഡർ നഷ്ടപ്പെട്ടു പോകും. ഡൈല്യൂട്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മളിത് യൂസ് ചെയ്യണമെന്നില്ല. അതവിടെ വെച്ചിട്ട് മുഖമൊക്കെ ഒന്ന് പയറുപൊടി ചേർത്തിട്ടോ മറ്റോ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു പാകപ്പെട്ട് വരുന്നതും കാണാം. കസ്തൂരി മഞ്ഞൾ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? ചെറിയൊരു പാർട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ പൂർണ്ണമായ രൂപം കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നടാൻ പാകത്തിനുള്ള വിത്തുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഏറ്റവും വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. പ്രോസസ്സിങ്ങിനായിട്ടുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വേരുകളൊക്കെ അറുത്ത് കളഞ്ഞിരുന്നു. നമ്മൾക്ക് ആവശ്യമായ പൊടിയുടെ അളവിനനുസരിച്ചാണ് വിത്തുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഒരു 10 kg വിത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 kg അടുത്ത് ഉണക്കമഞ്ഞൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു തോതിലാണ് നമ്മൾ വിത്തുകൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ കേടുവന്ന വിത്തുകളൊന്നും നമ്മളിതിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പൗഡർ മാക്സിമം വൈറ്റ് അല്ലെങ്കിൽ മാക്സിമം നല്ല കളറിൽ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വേണം നമ്മൾ ഈ വിത്തുകൾ വൃത്തിയാക്കി കഴുകിയെടുത്ത് അരിഞ്ഞിട്ട് ഉണക്കേണ്ടത്. 4 തരം പൗഡറുകളാണ് ഞങ്ങളിവിടെ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് മെയിനായിട്ടും. അതിൽ കസ്തൂരി മഞ്ഞൾ പൗഡർ കൂടാതെ കൂവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈന്തുപൊടി എന്നിവയും ചെയ്യുന്നു. പിന്നെ കൂടാതെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടും അങ്ങനെയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ പലപ്പോഴായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കണം. പിന്നെ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തുകയും വേണം. കസ്തൂരി മഞ്ഞൾ കട്ട് ചെയ്യാൻ എടുക്കേണ്ടത് ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പല്ലാത്ത മറ്റെന്തെങ്കിലും, അതായത് മുള പോലുള്ള മുള ചെത്തിയിട്ട് അങ്ങനെ ഷാർപ്പായിട്ട് ഉണ്ടാക്കിയെടുത്ത് അങ്ങനത്തെയോ മറ്റോ ഉപയോഗിച്ചിട്ടേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇരുമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈറ്റ് കളറിന് വ്യത്യാസം വരുമെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ വർഷത്തിലും ഇതിനായിട്ടൊരു സ്റ്റീലിൻ്റെ കത്തി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. കഴിയുന്നത്ര നൈസായിട്ട് വേണം ഇത് കട്ട് ചെയ്തിടാൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെയുള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം, കട്ട് ചെയ്തിരുന്ന ഓരോ പീസും ഒരേ ടൈപ്പിലുള്ള ഇതായി കിട്ടിയാൽ, അതായത് ഒരേ ടൈപ്പിലുള്ള പീസസായി കിട്ടിയാലും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ലൈറ്റ് കളറായിട്ടുള്ള ഒരു അടിപൊളി പൗഡർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ചെത്തിയിടുന്ന സമയത്ത് 1-2 പീസ് മാങ്ങേഞ്ചി അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ മാങ്ങേഞ്ചി എങ്ങനെയാണ് കസ്തൂരി മഞ്ഞളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വേറെയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കസ്തൂരി മഞ്ഞൾ ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശക്തമായ വെയിലിട്ടിട്ട് കസ്തൂരി മഞ്ഞൾ ഉണക്കാൻ പാടില്ല. അതായത് നട്ടുച്ചയ്ക്കുള്ള അതികഠിനമായ വെയിൽ കസ്തൂരി മഞ്ഞളിനെ കൊള്ളിക്കാൻ പാടില്ല. അപ്പോൾ രാവിലെ തൊട്ടൊരു 12 മണി വരെയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 മണി തൊട്ട് ഉള്ള അങ്ങോട്ടുള്ള വെയിലും നമുക്ക് കൊള്ളിക്കാവുന്നതാണ്. അങ്ങനെ ഇതൊരു 6-7 ദിവസത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. പിന്നെ അതിലും ഫാസ്റ്റായിട്ട് നമുക്ക് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നൈസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. 1-2 ദിവസം കൊണ്ട് തന്നെ അതൊന്ന് വാടി തുടങ്ങും. അപ്പോൾ എപ്പോഴും തണലിൽ
ഉള്ള മാക്സിമം നല്ല വെയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം. ചെറിയൊരു മുതൽ മുടക്ക് നടത്താൻ പറ്റുന്ന ആർക്കും തന്നെ ചെയ്യാവുന്നൊരു സംരംഭമാണ് കസ്തൂരി മഞ്ഞൾ പൗഡർ മേക്കിംഗ്. ഈ ഒരു പൗഡറിന് വളരെയധികം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് ഞാനത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനും കാര്യം. അപ്പോൾ വിത്തുകളൊക്കെ വേണ്ടവർ ഇപ്പം തന്നെ ആവശ്യപ്പെട്ടയക്കണം. ഉണങ്ങി തുടങ്ങിയാൽ പിന്നെ കൈകൊണ്ടെടുത്തിട്ട് അതൊന്ന് മെല്ലെ പൊട്ടിച്ച് നോക്കിയാൽ നമുക്ക് കസ്തൂരി മഞ്ഞൾ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പം നല്ലതായിട്ടുള്ള ഉണക്കം വേണം കാരണം നമ്മൾ ഈ പൗഡർ ദീർഘകാലം സൂക്ഷിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് കേടായി പോവും. ഉണക്കം റെഡി ആയിട്ടില്ലെങ്കിൽ അത് അത്ര കാലം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് വൈറ്റ് ആണെന്ന് അറിയാത്തവരായിട്ട് ഇനി ആരും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം കേട്ടോ. ഈ വർഷം ഒരുപാട് പേർക്ക് വിത്ത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമായിട്ട് മനസ്സിൽ തോന്നുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് വിളവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ബാക്കി ഓർഡർ എടുത്തവർക്കൊക്കെ നമുക്ക് വിത്ത് അയക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ വിശേഷപ്പെട്ട കസ്തൂരി മഞ്ഞൾ ഇവിടെ അതാ ഉണങ്ങി സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കവറുകളിൽ നിറച്ചിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് മില്ലിൽ കൊടുക്കാം. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് നമ്മൾ മില്ലിൽ നിന്ന് പൊടിക്കുന്നത്. അപ്പോൾ മരുന്ന് പൊടിക്കുന്ന മില്ലുകളിൽ ഇത് പൊടിച്ച് കിട്ടും. സാധാരണ നമ്മൾ ഫ്ലോർ മില്ലിൽ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പൊടിച്ച് കിട്ടില്ല. അപ്പോൾ മരുന്ന് പൊടിക്കുന്ന മില്ല് കണ്ടെത്താൻ കുറേ നമ്മൾ കഷ്ടപ്പെടേണ്ടി വന്നു. എന്നാലും നമുക്ക് നിയറസ്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മഞ്ഞളൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് ചേറണം. കാരണം അതിൻ്റെ തൊലികളൊക്കെ അതിൽ അങ്ങനെ ഊർന്ന് വീണിട്ടുണ്ടാവും. അപ്പോൾ ഈ തൊലിയൊന്നും പൗഡറിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ചേറി കൊഴിച്ചിട്ട് ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഒരുപാട് ടൈം യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പെട്ടെന്ന് നമ്മൾ ധൃതി പിടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കിയാൽ ഇതൊന്നും മര്യാദയ്ക്കാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ടൈമുള്ളവർ മാത്രം തന്നെ ഈ പണിക്ക് നിൽക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ പൗഡർ ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളും ഇമ്പ്യൂരിറ്റീസൊക്കെ ഒഴിവാക്കി നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ച് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് പൊടിച്ച് കിട്ടിയതെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് നോക്കിയിട്ട് തരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഇനി ഇത് പാക്ക് ചെയ്ത് 50 ഗ്രാമിൻ്റെയും മിനിമം 50 ഗ്രാമിൻ്റെയും പിന്നെ 100 ഗ്രാമുകളുടെയും പാക്കുകളായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് പാർസൽ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പോകുന്നത് 100 ഗ്രാമിൻ്റെ പാക്കറ്റുകളാണ്. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3-3.5 മാസമൊക്കെ കൂളായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും, വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ. ഡെയിലി കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ തയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ആഴ്ചയിൽ ഒരു 2-3 ദിവസം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചാൽ, ഇച്ചിരി സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് സ്കിൻ ക്വാളിറ്റിയൊക്കെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് അറിയാവുന്ന വിവരങ്ങളൊക്കെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് സംശയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് പൗഡറിൻ്റെ പ്രൈസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം സ്ലിപ്പ് കാണിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പൗഡർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫാമിൽ നിന്ന് എല്ലാത്തരം പൗഡറുകളും നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. പൗഡറിന് വേണ്ടിയും വിത്തുകൾക്ക് വേണ്ടിയും വിളിക്കാവുന്നതാണ്. അപ്പോൾ മണ്ണൊരുക്കി കാത്തിരുന്നോളൂ, വിത്തുകൾ നിങ്ങളുടെ വീട്ടിലെത്തും. താങ്ക്സ് ഫോർ ദ വാച്ചിങ്. ലവ് യു ഓൾ.